ഗർഭിണിയാകുന്ന സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രസവ ചെലവിനും ശിശുപരിപാലനത്തിനും 1 ലക്ഷത്തിലധികം രൂപ പ്രതിഫലമെന്ന വിചിത്ര പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് റഷ്യ. റഷ്യയിലെ 10 പ്രവിശ്യകളിലാണ് നയം നടപ്പിൽ വന്നത്. ജനസംഖ്യാ വർധനയ്ക്കായി എന്ത് വഴിയും സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് കഴിഞ്ഞ മാർച്ചിൽ പ്രസിഡന്റ് പുടിൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അന്ന് മുതിർന്ന സ്ത്രീകൾക്കായി മാത്രം പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും ബാധകമാക്കിയതോടെ കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. 2023 കണക്കനുസരിച്ച് റഷ്യയിലെ സ്ത്രീകളുടെ പ്രത്യുൽപാദന നിരക്ക് 1.41 പഠിക്കാൻ പോണ വിദ്യാർത്ഥിനികളെ പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിക്കേ. ഇതെന്താ 6-ാം നൂറ്റാണ്ടോ? ഇവർക്കൊന്നും 21-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കിട്ടിയില്ലേ? അല്ല, ഈ പെണ്ണെന്ന് പറഞ്ഞാൽ പ്രസവിക്കാനുള്ള മിഷനാണോ? പ്രിയമുള്ളവരെ, ഏതൊരു രാജ്യത്തിന്റെയും പുരോഗതിയുടെ ഭാഗമാണ് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്, ഏത് രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ആളുകൾ ഉള്ളിടത്താണ് വികസനവും വിപ്ലവങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിലെ പല സ്ത്രീകളെയും വിവാഹത്തിൽ നിന്ന്, ഫാമിലി ബിൽഡപ്പ് ചെയ്യുന്നതിൽ നിന്നൊക്കെ പുറകോട്ടടിപ്പിച്ച രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രികളൊക്കെ അവർ ഉന്നയിക്കുന്ന പല ആശയങ്ങളും കാരണമായിട്ടാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പോലും വിവാഹത്തിന് താല്പര്യമില്ലാത്തത്. വെസ്റ്റേൺ